Hello guys, so this is my first video, long video. ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഞാൻ ഇതുവരെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യണം, അതെങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നൊന്നുള്ളത് എനിക്ക് തീരെ അറിയില്ല. സോ ഇഫ് യു ഹാവ് എനി സജഷൻസ് പ്ലീസ് കോമെൻറ്റ് ഇൻ ദ കോമെൻറ്റ് ബോക്സ്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. തംബ്നെയിലൊക്കെ കണ്ട പോലെ വിൻറ്റേജ് ഡയറിയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ 2 വിൻറ്റേജ് ഡയറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ രണ്ടിനും കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കവർ പീസ് അത്ര ഭംഗിയില്ല. അങ്ങനെ ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 12 A4 ആണ് എടുത്തത്. ഈ ഒരു 12 A4 ഞാൻ ഹാഫാക്കി കട്ട് ചെയ്തു. ഇനി ആ ഹാഫാക്കി കട്ട് ചെയ്ത ഒരു പീസിനെ ഒന്നും കൂടെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തു. A6 സൈസിലുള്ള ബുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഹാഫാക്കി കട്ട് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്തത്. ഇനി A5 സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഹാഫാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നേരെ ഹാഫാക്കി ഫോൾഡ് ചെയ്താൽ മതി. ഈ വിൻറ്റേജ് ഡയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര ഡിഫിക്കൽട്ട് ഒന്നല്ല, ബട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും. സോ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേപ്പേഴ്സിനെ നമ്മൾ ടിയർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സംഭവം ഈ വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കുന്നതിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുത്തിട്ടുണ്ട്. ഈ സെയിം പ്രോസസ്സ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ചടപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വീഡിയോസ് പ്ലേ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്സ് കേൾക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പേഴ്സൊക്കെ ഇനി ടീ ഡൈ ചെയ്തെടുക്കണം. ടീ ഡൈ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ടു ബി ഹോണസ്റ്റ്, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാധനത്തിൽ ഞാൻ ടീ ഡൈ ചെയ്തത്. ഈ 3 ഒഴികെ ബാക്കിയെല്ലാം ഞാൻ വേറൊരു ട്രേയിലാണ് ചെയ്തത്. ഇനി ഇത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു സംഭവം ചെയ്തെടുക്കാം. സംഭവം വേറെ ഒന്നുമില്ല, ഇതിൻ്റെ കവർ പേജിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. സോ അതിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ എടുത്തു. എന്നിട്ട് ഇതുപോലെ അതിനൊരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ബ്രൗൺ പെയിൻറ്റും അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കീറാൻ ചാൻസ് ഉണ്ട്. അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഗ്ലൂവിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് മെറ്റാലിക് കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി നേരത്തെ ഉണക്കാൻ വെച്ച പേപ്പർ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ബൈൻഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തത്. അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു കവർ പേജ് ഒരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഈ 2 സാധനവും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു സാധനം കവർ ചെയ്തത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാനുണ്ട്. എന്തായാലും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പേജ് അങ്ങോട്ടും ഒരു പേജ് ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. സോ അങ്ങനെ ഈ ഒരു വിൻറ്റേജ് ഡയറി റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ നമ്മൾ കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്.